ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലബസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അതായത് നമ്മൾ മൂന്നാമത്തെ പാർട്ട് വരെയാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അപ്പോൾ ഇനി അതായത് മൊഡ്യൂൾ 3 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 4 എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് സീസ്മിക് മെത്തേഡ്സിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സീസ്മോളജി ആണ്. അപ്പോൾ എന്താണ് സീസ്മോളജിയുടെ ഇൻട്രൊഡക്ഷനിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഭാഗം ഭൂകമ്പങ്ങളെ, അതായത് എർത്ത്ക്വേക്സ് പഠിക്കുന്ന ശാസ്ത്രമായിട്ടുള്ള സീസ്മോളജിയെക്കുറിച്ചാണ്. ഭൂകമ്പങ്ങളുടെയും അവയുടെ വ്യാപനത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും ഗതികളെ ശാസ്ത്രീയമായി വിലയിരുത്തുന്നതാണ് ഈ ഒരു ശാഖയുടെ ലക്ഷ്യം, അഥവാ സീസ്മോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ മനസ്സിലാക്കേണ്ടത്. അടുത്ത് പറഞ്ഞേക്കുന്ന പോയിന്റ് ഫോക്കസ്, ഫോക്കൽ ലെങ്ത്, എപ്പിസെൻറ്റർ, ഇതൊക്കെയാണ്. അതായത് ഭൂകമ്പം ആരംഭിക്കുന്ന ഭൂമിയിലെ ഒരു ആന്തരിക ബിന്ദുവിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. അതിന് നേരെയുള്ള ഭൂമുഖ ബിന്ദുവിനെയാണ് എപ്പിസെൻറ്റർ എന്ന് പറയുന്നത്. ഫോക്കസ് ഭൂമുഖത്തിൽ നിന്ന് എത്ര ദൂരെ ആഴത്തിലാണ് ഉണ്ടാകുന്നത് എന്നത് ഫോക്കൽ ഡെപ്ത് ആയി അറിയപ്പെടുന്നു. അടുത്തത് ഇൻറ്റൻസിറ്റി ആൻഡ് മാഗ്നിറ്റ്യൂഡ് സ്കെയിൽസ്. ഭൂകമ്പത്തിൻ്റെ ശക്തി നിർണ്ണയിക്കാനുള്ള രണ്ട് വ്യത്യസ്ത സ്കെയിലുകൾ ഉപയോഗിക്കുന്നു. അതായത് ഭൂകമ്പത്തിൻ്റെ ശക്തി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സ്കെയിലുകൾ ഉപയോഗിക്കുന്നു. ഒന്ന് നമുക്ക് അത് മാഗ്നിറ്റ്യൂഡ് വൈസ് മെഷർ ചെയ്യാൻ പറ്റും, അതുപോലെ ഇൻറ്റൻസിറ്റി വൈസ് മെഷർ ചെയ്യാൻ പറ്റും. മാഗ്നിറ്റ്യൂഡ് എന്നത് ഭൂകമ്പത്തിനിടെ ഭൗമാന്തര ഭാഗങ്ങളിൽ നിന്നും പുറത്തേക്ക് ചെയ്യുന്ന റിലീസ്ഡ് എനർജിയുടെ അളവാണ്. ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഭൂമുഖത്ത് അനുഭവപ്പെടുന്ന ഷെയ്ക്കിംഗ് എഫക്റ്റിൻ്റെ തീവ്രതയാണ് സൂചിപ്പിക്കുന്നത്. ഇൻറ്റൻസിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? തീവ്രത എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഭൂകമ്പം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നതും സ്ട്രെസ് റിലീസിൻ്റെ സിദ്ധാന്തമായ എലാസ്റ്റിക് റീബൗണ്ട് തിയറിയുമാണ് ഇവിടെ പറയുന്നത്. അതായത് എനർജി ഓഫ് എർത്ത്ക്വേക്സ് ആൻഡ് എലാസ്റ്റിക് റീബൗണ്ട് തിയറി എന്ന് പറയുന്ന ടോപ്പിക്സിൽ. ഇനി പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർ ഷോക്സും ആഫ്റ്റർ ഷോക്സുമാണ്. പ്രധാന ഭൂകമ്പത്തിന് മുൻപും ശേഷവും ഉണ്ടാകുന്ന കുലുക്കങ്ങളുടെ സ്വഭാവമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീസ്മിസിറ്റി ഓഫ് ഇന്ത്യ, ഹിമാലയാസ് ആൻഡ് ഗ്ലോബൽ സീസ്മിസിറ്റിയെക്കുറിച്ചാണ്. ഇന്ത്യയിലും ലോകത്തുമുള്ള ഭൂകമ്പങ്ങളുടെ വിതരണം, പ്രത്യേകിച്ച് ഹിമാലയ മേഖലയുടെ സീസ്മിക് സജീവതയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് ഏതാണ്? സീസ്മിക് സൊണേഷൻ, സീസ്മിക് ഓഫ് ഇൻഹോമോജിനിറ്റി ആൻഡ് അനൈസോട്രോപ്പി. അപ്പോൾ ഇവിടെ അതായത് സീസ്മിക് സൊണേഷനും അതുപോലെ മൈക്രോ സൊണേഷനുമാണ്. ഭൂകമ്പ അപകട സാധ്യതയുടെ അടിസ്ഥാനത്തിൽ വലിയതും ചെറുതുമായ പ്രദേശങ്ങളെ അതെങ്ങനെയാണ് നിഷ്കർഷിക്കുന്നത് എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. പിന്നീട് വരുന്നത് ഇൻഡ്യൂസ്ഡ് സീസ്മിസിറ്റി ആണ്. അതിൽ വരുന്നത് മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ എന്താണ് എന്നതും അതുപോലെ തന്നെ അവയുടെ ഉദാഹരണങ്ങളുമൊക്കെയാണ് ഈ ഒരു സെഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ കൺസെപ്റ്റ് ഓഫ് ഇൻഹോമോജിനിറ്റി ആൻഡ് അനൈസോട്രോപ്പി. ഭൂമിയിലെ പാറകൾ ഒരേ സ്വഭാവം കാണിക്കില്ല. അവയുടെ ഗുണങ്ങൾ, സ്ഥലം, ദിശ എന്നിവ അനുസരിച്ച് എങ്ങനെ മാറുന്നു എന്നതാണ് ഇതിൽ പറയുന്നത്. പിന്നെ വരുന്നത് ടൈപ്സ് ആൻഡ് ക്ലാസസ് ഓഫ് എർത്ത്ക്വേക്സ്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതിനുള്ള വിവിധ കാരണങ്ങൾ, അതായത് പ്ലേറ്റ് മൂവ്മെൻറ്റ്സ്, വോൾക്കാനിക് ആക്ടിവിറ്റി, ഇതൊക്കെ ഇവിടെ വിശദീകരിക്കുന്നു. ദെൻ സീസ്മിക് റേ തിയറി ആൻഡ് വെലോസിറ്റി സ്ട്രക്ചർ. സീസ്മിക് വേവ്സ് ഭൂമിയിലൂടെ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നും ലെയേഴ്സിലൂടെ വെലോസിറ്റി എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നും പഠിക്കുന്നു. അടുത്തത് ബോഡി വേവ്സ്, സർഫസ് വേവ്സ്, ഗ്രൂപ്പ് ആൻഡ് ഫേസ് വെലോസിറ്റീസ്. ഭൂകമ്പത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത തരംഗങ്ങളുടെയും അവയുടെ പ്രൊപ്പഗേഷൻ സ്പീഡും വേവ് ഫോം ക്യാരക്ടറിസ്റ്റിക്സും ഇവിടെ വിശദീകരിക്കുന്നു. ദെൻ പ്രിലിമിനറി റിപ്പോർട്ട് ആൻഡ് ഫേസ് ഐഡൻറ്റിഫിക്കേഷൻ. സീസ്മിക് ഡേറ്റയിൽ നിന്നുള്ള വേവ്സിൻ്റെ അറൈവൽ ഫേസസ് തിരിച്ചറിയുകയും ഏകദേശം എവിടെ നിന്ന് ഭൂകമ്പം ആരംഭിച്ചു എന്ന് നിർണ്ണയിക്കുകയും ചെയ്യുന്നു. അടുത്ത് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് എപ്പിസെൻറ്റർ, ഫോക്കൽ ഡെപ്ത് ആൻഡ് മാഗ്നിറ്റ്യൂഡ്സ്. സീസ്മോഗ്രാഫ് ഡേറ്റയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. സീസ്മോഗ്രാഫ് ഡേറ്റ ഉപയോഗിച്ച് എർത്ത്ക്വേക്സിൻ്റെ സ്ഥാനം, ആഴം, എനർജറ്റിക് മാഗ്നിറ്റ്യൂഡ് എന്നിവ കണ്ടെത്തുന്ന പ്രക്രിയയെക്കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് തിയറി ഓഫ് എലാസ്റ്റിസിറ്റി, റിഫ്ലക്ഷൻ ഓഫ് വേവ്സ്. ദെൻ അത് പിയും എസും വേവ്സ് എന്താണ് തള്ളുകയും തിരിച്ചു കയറുകയും ചെയ്യുന്ന രീതിയിലുള്ള പാറകളുടെ എലാസ്റ്റിക് ഗുണങ്ങളെയാണ് വിശദീകരിക്കുന്നത്. പി വേവ്സ് എന്ന് പറയുന്ന പ്രൈമറി വേവ്സും എസ് വേവ്സ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡറി വേവ്സും ആണ്. ഇനി ഫോക്കൽ മെക്കാനിസം, സൊല്യൂഷൻസ് ആൻഡ് ടെക്ടോണിക് ഇംപ്ലിക്കേഷൻസ്. ഫാൾട്ട് സർഫസ് എങ്ങനെ ഡിസ്പ്ലേസ്മെൻ്റ് ആയി എന്ന് കാണിക്കുന്ന ഫോക്കൽ മെക്കാനിസത്തിനെ കുറിച്ചും അതിൻ്റെ ടെക്ടോണിക് മാനത്തിലുള്ള നിർവചനങ്ങളെയും ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നു. അടുത്ത നമ്മുടെ ടോപ്പിക് എർത്ത്ക്വേക്ക് ജനറേഷൻ മോഡൽസ് ആൻഡ് ഹസാർഡ് അനാലിസിസ്. ഭൂകമ്പം എങ്ങനെ ഉരുത്തിരിയുന്നു എന്നതിനെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളുണ്ട്. ഭവന നിർമ്മാണം, പ്ലാനിംഗ് തുടങ്ങിയവയ്ക്കായി അപകട സാധ്യതയെ വിലയിരുത്തുന്ന രീതികളുടെ ഒരു വിശദീകരണമാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
റിഫ്ലക്ഷൻ ഫ്രം ഫ്രീ സർഫസ്. സീസ്മിക് വേവ്സ് ഭൂമുഖത്തെത്തുമ്പോൾ അവ എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സീസ്മോഗ്രാഫ്സ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറോമീറ്റർ, ഇതൊക്കെ ഭൂചലനം എളുപ്പത്തിൽ അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണങ്ങൾ ഏതാണ്, അവയുടെ പ്രവർത്തനം എന്താണ് എന്നതൊക്കെയാണ് ഈ ഒരു ഭാഗത്തിൽ വിശദീകരിക്കുന്നത്. അടുത്തത് WWSSN സ്റ്റേഷൻസ്, ലോകമെമ്പാടുമുള്ള ഭൂകമ്പ നിരീക്ഷണത്തിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് സ്റ്റേഷൻ നെറ്റ്വർക്കിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് വിശദീകരിക്കുന്നത്. ദെൻ സീസ്മിക് അറേസ് ഫോർ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ്, ന്യൂക്ലിയർ ടെസ്റ്റ് പ്രകൃതിദത്ത ഭൂകമ്പങ്ങളെ വ്യത്യസ്തമായി തിരിച്ചറിയാൻ സീസ്മിക് അറേസ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് വൈഡ് ബാൻഡ് സീസ്മോമെട്രി ആൻഡ് സ്ട്രോങ് മോഷൻ സീസ്മോഗ്രാഫ്സ്. ഈ ഒരു ടോപ്പിക്കിൽ ഹൈ ഫ്രീക്വൻസി ആൻഡ് ലോ ഫ്രീക്വൻസി വേവ്സ് ക്യാപ്ചർ ചെയ്യാനുള്ള ഉപകരണങ്ങളുടെയും ശക്തമായ ഭൂകമ്പങ്ങൾ അളക്കാനുള്ള സാങ്കേതിക വിദ്യകളുടെയും ഉപയോഗമാണ് വിശദീകരിക്കുന്നത്.